വയറ്റിൽ കത്രികയുമായി വേദന അനുഭവിച്ച് തള്ളി നീക്കിയ 5 വർഷങ്ങൾ. കത്രിക നീക്കം ചെയ്ത 1.5 വർഷമിപ്പുറവും ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടില്ല ഹർഷിനയ്ക്ക്. കടുത്ത വയറുവേദന. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഹർഷിന കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. ഇന്നലെ ഒരു മുറിവുണ്ടായാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലില്ല, അതേ ഫീലിലാണ് ഇപ്പോഴും. നല്ല വേദനയാണ്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും വീട്ടിൽ ജോലി എന്തായാലും ചെയ്യണമല്ലോ. 3 കുട്ടികളമ്മയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു 10-15 മിനിറ്റിൽ കൂടുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. CT സ്കാൻ ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ഈ ഒരു സർജറി കഴിഞ്ഞതിൻ്റെ ആ ഭാഗത്തായിട്ടൊരു കൊഴുപ്പ് പോലെ പിന്നെ എന്തോ ഗ്രോത്ത് വരുന്നുണ്ട്. ഓരോ തവണ ആശുപത്രിയിൽ എത്തുമ്പോഴും ഭീമമായ തുകയാണ് ആവശ്യമായി വരുന്നത്. ഒരു 12 മണി മുതൽ പിറ്റേന്ന് 10 മണിക്കാണ് ഞങ്ങൾ ഒബ്സർവേഷനിൽ. അവിടെ നിന്ന് 10 മണിക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും 10-20,000 അടുത്ത് അവിടെ ബില്ലാകുന്നുണ്ട്. അപ്പം അത്രയൊന്നും താങ്ങാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ നമ്മളിൽ. സമരത്തിലൊക്കെ നമ്മളാ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് 104 ദിവസം സമരം ചെയ്ത് എന്തെങ്കിലും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ടൊരു സംഭവം വരും തന്നെ പ്രതീക്ഷ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടും അവർക്ക് എന്താ പറയുക, അവർക്ക് നമ്മളെ കാര്യം വരുമ്പോൾ സാങ്കേതികത്വം. ഹർഷിനെ കുറിച്ച് എപ്പോൾ ചോദിച്ചാലും ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. ഹർഷിന ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ ന്യായമായിട്ടുള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്രി 5 അല്ല പോട്ടെ 7 10 എത്ര വർഷമാവട്ടെ, ഒരു ദിവസം ഒരാളെ സംബന്ധിച്ചൊരു കത്രി ഉള്ളിൽ വെച്ച് പോവാന്നുള്ളത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ ഒരു പിന്തുണയും ലഭിച്ചിട്ടില്ലെന്ന് പറയും കുടുംബം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത് വെറുതെ കൂടെ ഉണ്ടെന്ന് പറയാന്നല്ലാണ്ട് ഇതുവരെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇതുവരെ പറ്റില്ല. അവരിപ്പോൾ നമ്മളൊരു ശത്രുപക്ഷത്ത് നിന്നിട്ടാണ് അവർ കാണുന്നത്. 2017 നവംബർ 30 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഹർഷിനയുടെ 3ാം പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് കത്രിക കുടുങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതികളാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.